ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട NI മത്തായി അച്ഛൻ ഉണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛാ, അതുപോലെ വീഴാതെ നിൽക്കുവാൻ എന്ന് തുടങ്ങുന്ന ഒരു മനോഹര ഗാനമുണ്ട്. ഈ ഗാനം ആരെഴുതി എന്ന് വ്യക്തതയില്ല, നിശ്ചയമില്ല. എങ്കിലും നല്ലൊരു പാട്ടാണിത്. ഇതിനെ കുറച്ചുകൂടി ഒന്ന് പറയാമോ? വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണമേ എന്നാത്മനായകനെ. അങ്ങനെ ആ പാട്ട് തുടങ്ങുന്നത്. ഒരു പഴയ പാട്ടാണ്, ഞങ്ങളൊക്കെ ഒത്തിരി പാടിയിട്ടുള്ള പാട്ടുകളാണ്. ഈ പാട്ടിന് വേദവാക്യത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. യൂദായുടെ ലേഖനത്തിൽ അതിന് ഒരധ്യായമേ ഉള്ളൂ. യൂദായുടെ ലേഖനത്തിൽ, ആ ലേഖനത്തിലെ 24, 25 വാക്യങ്ങൾ വീഴാതെ വണ്ണം നിർത്തുന്ന ദൈവം, വീഴാതെ വണ്ണം നിർത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ സ്തോത്രമെന്ന് പറഞ്ഞാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്താ? ഓടി തളർന്നു പോകുന്നതല്ല, വീഴാതെ ഓടുന്നതാണ് പ്രധാനം. ഓട്ടം തുടങ്ങി എന്നുള്ളതല്ല, ഓട്ടം പൂർത്തീകരിക്കുന്നിടം വരെ വീഴാതെ വണ്ണം ഓടുക എന്നുള്ളതാണ്. ഓട്ടത്തിൽ വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂദായുടെ ലേഖനത്തിലെ പോലെ തന്നെ എബ്രായ ലേഖനത്തിലെ 12-ാം അധ്യായം തുടങ്ങുമ്പോൾ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം. ഒരു നോട്ടമുണ്ടായിരിക്കണം ഒരാളിലേക്ക്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് ഓടണം. ഈ ഒരു വലിയ ആഹ്വാനം ഈ എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവവചനം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രചോദിപ്പിച്ചപ്പോൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്നു പോകുന്ന, ചെങ്കടൽ കടന്നു പോകുന്ന, അതുമൊക്കെ വൈരി പിന്നിൽ, ചെങ്കടൽ മുന്നിൽ. അപ്പോൾ അതിനകത്ത് തന്നെ അദ്ദേഹം വൈരിയൻ പിൻപിൽ, ചെങ്കടൽ മുന്നിൽ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം വീഴാൻ സാധ്യതയുള്ളതാണ്. ഓട്ട മത്സരത്തിലെ ക്രോസ് കൺട്രി റേസ് എന്നും പറഞ്ഞൊന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളിൽ കൂടെയാണ് ക്രോസ് കൺട്രി ഓടുന്നത്. പല സാഹചര്യങ്ങൾ, പല രീതികൾ, എല്ലാം സുഗമമായ വഴികളല്ല. പക്ഷേ നീ ഓടിയെത്തണം. ഇതിനകത്ത് പറയുന്നു, ക്രിസ്തീയ ജീവിതത്തിലും ഇതൊരോട്ടമാണെന്ന് വരികിൽ വീഴാൻ സാധ്യതയുണ്ട്. നീ നിൽക്കുന്ന ഇടം നീ അറിഞ്ഞിരിക്കണം. നീ ഒരാളെ നോക്കണം, യേശുവിനെ നോക്കണം. വീഴാതെ വണ്ണം നിർത്താൻ കഴിയുന്നവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓട്ടം ഓടണമെന്ന് ഈ പാട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുന്ന നമുക്കും വിവിധങ്ങളായ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അവിടെയൊക്കെ വീഴാതെ നമുക്കും നിൽക്കുവാൻ ഇടവരട്ടെ. ഈ ഗാനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം.
ചെയ്യണേ എന്നാത്മനായകനേ. ഈ മരുവാസം തുടർന്നിടുവാൻ, ഈ മരുവാസം തുടർന്നിടുവാൻ. നീറുന്ന ചിന്തകൾ തോരാത്ത നീറുന്ന ചിന്തകൾ തോരാത്ത കണ്ണുനീർ മാറായൻ ജീവിതമാർഗി ഞാൻ കാണുകിൽ, മാറായൻ ജീവിതമാർഗി ഞാൻ കാണുകിൽ. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്നാത്മനായകനേ. ഈ മരുവാസം തുടർന്നിടുവാൻ, ഈ മരുവാസം തുടർന്നിടുവാൻ. ചെയ്യണേ എന്നാത്മനായകനേ. ഈ മരുവാസം തുടർന്നിടുവാൻ, ഈ മരുവാസം തുടർന്നിടുവാൻ. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്നാത്മനായകനേ. ഈ മരുവാസം തുടർന്നിടുവാൻ, ഈ മരുവാസം തുടർന്നിടുവാൻ. അച്ഛാ, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന എന്ന് തുടങ്ങുന്ന മനോഹര ഗാനമുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതല്ലേ ദൈവസ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്ന മനോഹരമായൊരു ഗാനം. ഈ ഗാനത്തിലൂടെ ഒന്ന് പോകാൻ വെച്ചാൽ ഇത് മനോഹരമായ ഒരു ഗാനവും ഒരാഹ്വാനവും അതിലുണ്ട്. അതെ, ദൈവസ്നേഹത്തെക്കുറിച്ച് ഒരു പ്രത്യേക അർത്ഥത്തിൽ കാണുന്ന എഴുത്തുകാരനെയാണ് നമ്മളിവിടെ കാണുന്നത്. എൻ്റെ എഴുത്തുകാരനെ പറ്റി നിശ്ചയമില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ സവിശേഷമായിട്ടുള്ളതാണ്. ക്രൂശിൽ നിന്നും ഒഴുകി വരുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹമാം ദൈവമേ നീ എന്നിൽ വളരണം, ഞാൻ കുറയണം. അതതിൻ്റെ പല്ലവിയാണ്. അപ്പോൾ ഒരു പാട്ടിനകത്ത് വീണ്ടും 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 ആവർത്തിച്ച് ചൊല്ലുന്നതാണ് ഈ പല്ലവി. ആവർത്തിച്ച് ചൊല്ലുന്നത് ഞാൻ കുറയണം, നീ വളരണം, ദൈവസ്നേഹം എന്നിൽ വളരണമേ. അത് ഇവിടെ നമ്മൾ ക്രൂശിലേക്ക് നോക്കുന്ന അവസരത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നത്, ക്രൂശിൽ കാണുന്നത് ആരാ? നിർദോഷിയായ ഒരുവൻ. നിർദോഷിയായ ഒരാൾ ക്രൂശിക്കപ്പെടുന്നു. കുറ്റവാളിയാണോ? കുറ്റവാളിയായി മുദ്ര അടിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിൽ, കാൽവറിയുടെ നെറുകയിൽ ഉയർത്തപ്പെട്ട ക്രൂശിന്മേൽ ഒരു കുറ്റവാളി, അവൻ്റെ അരികിൽ മറ്റ് രണ്ടുപേരെ കൂടെ ക്രൂശിൽ തറച്ചു. 3 കുറ്റവാളികൾ എന്ന് മാത്രമേ അവനെ ക്രൂശിൽ തറച്ച പടയാളികൾക്ക് ബോധ്യപ്പെടൂ. ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ പറഞ്ഞു,
നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങളെ കൂടെ ഒന്ന് രക്ഷിക്ക്. പരിഹാസമാണ് അവിടെ കാണുന്നത്. വഴിയെ പോയവർ പറഞ്ഞു, നീ ഞങ്ങളെ എല്ലാം രക്ഷിക്കാമെന്ന് പറഞ്ഞു, നീ ഇപ്പം ക്രൂശിൽ കിടക്കുക. പരിഹസിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അത് പടയാളികളുണ്ട്, അവർ നിയമം നടപ്പിലാക്കിയവരാണ്. മറ്റൊരു കൂട്ടരുണ്ട്, ഇത്രയൊക്കെ നടന്നു വെച്ചതാണ്ട് 33 വയസ്സായപ്പോഴേ ക്രൂശിൽ കയറിയെന്ന് പറയുന്നത്. പരിഹാസം എന്നും ക്രൂശിൻ്റെ ഭാഗമാണ് പരിഹാസം. അപ്പോൾ രണ്ടാളുകൾ, ഒരാൾ പറഞ്ഞു അത് ക്രൂശിൽ തറയ്ക്കാൻ വന്ന ഉദ്യോഗസ്ഥനാണ്, ശതാധിപനാണ്. അദ്ദേഹം പറഞ്ഞു ഇവൻ ദൈവപുത്രനാണ്, അവൻ ദൈവപുത്രനാണ്. മറ്റൊരാൾ പറഞ്ഞു നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ചേർത്തുകൊള്ളാം, നീ രാജാവാണ്, ദൈവപുത്രനാണ്, രാജാവാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിർദോഷി എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? ഈ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ക്രൂശിൽ നിന്ന് എന്താ വരുന്നത്? ദൈവസ്നേഹം. അപ്പോഴാണ് ഇവിടെ പറയുന്ന ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ്റെ ആ തീവ്രത ഈ എഴുത്തുകാരൻ്റെ മനസ്സിൽ. ക്രൂശ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്, സ്നേഹത്തിൻ്റെ നിദർശനമാണ്. യേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്നതോടൊപ്പം സ്നേഹമാം ദൈവമേ, എന്നിൽ ഈ ക്രൂശിൻ്റെ അനുഭവം നിറയണം, ഞാൻ കുറയണം, നീ വളരണം, എന്നിൽ കൂടെ ദൈവസ്നേഹം മറ്റുള്ളവർ കാണാനിടയാവണം. ഈ ഗാനത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വശം അതാണ്. രക്തമെന്നുള്ളതല്ല, യേശുവിൻ്റെ സ്നേഹം, സ്നേഹത്താൽ ചൊരിയപ്പെടേണ്ടി വന്ന രക്തം. അങ്ങനെയാണ് നമ്മളൊക്കെ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. മനോഹരമായൊരു ഗാനമായിരുന്നു. ഏതായാലും ഈ ഗാനം കേൾക്കുമ്പോൾ തന്നെ നമ്മിലേക്കും ദൈവസ്നേഹം ഒഴുകിയിറങ്ങട്ടെ. ഈ ഗാനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ. സ്നേഹസാഗരമായി സ്നേഹമാം ദൈവമേ, നീ
അച്ഛാ, എനിക്കൊരു തുണ നീയെ എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. ഈ പാട്ട് തുടങ്ങുമ്പോൾ ഉള്ള ആ ഇരടി പോലെ തന്നെ നമുക്ക് ആശ്രയിപ്പാൻ തുണയായിട്ട് യേശു മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് ഈ ഗാനം തുടങ്ങുന്നത്. ഇതും അജ്ഞാത കർത്തൃത്വം, അല്ലെങ്കിൽ ആരാണ് ഈ പാട്ട് എഴുതപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. ഈ ഗാനത്തെക്കുറിച്ചൊന്ന് പറയാമോ അച്ഛാ? ഈ ഗാനം എനിക്കൊരു തുണ നീയേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ എഴുത്തുകാരനെ പറ്റി നിശ്ചയില്ല. ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഒറ്റപ്പെടൽ, ഏകാന്തത എന്നുള്ളതാണ്. ഈ പാട്ട് നോക്കിയാൽ ഒറ്റപ്പെടുന്നുണ്ട്, ഏകാന്തതയുണ്ട്, സിംഹക്കുഴിയിൽ വീഴുന്ന കാര്യമുണ്ട്, ഇതെല്ലാമുണ്ട്. ഏത് മനുഷ്യനും കൊതിച്ചു പോകുന്നത് അങ്ങനെയുള്ള സ്ഥാനത്ത് ഒരു സഹായം വേണമെന്ന്. പുണ്യശ്ലോകനായ മൂത്താമ്പാക്കൽ കൊച്ചുഞ്ഞുദേശി എഴുതിയപ്പോൾ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഒരു തുണ വേണം. തുണയായിരുന്നു എന്ന് കരുതിയിരുന്നവരെല്ലാം വിട്ടുപോകുന്നു. ഇവിടെ എഴുത്തുകാരൻ്റെ മനസ്സിലും അതേ ചിന്ത തന്നെയാണ്, അതേ ചിത്രം തന്നെയാണ് ഉള്ളത്. എം ഇ ചെറിയാച്ചനല്ലേ എഴുതിയിട്ടുള്ളത്, തുണ എനിക്ക് യേശുവാം കുറവിനില്ലതാൽ എന്ന്. അപ്പോൾ യേശു ഒരു തുണയാണെന്ന്. നീ ഒഴികെ ആരുമില്ല ഈശോ എന്ന് പഴയ ഒരു കവി അതുപോലെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ പാട്ടുകൾ മുഴുവൻ പരിശോധിക്കുമ്പോഴും എല്ലാ സ്ഥാനങ്ങളിലും തുണയായിട്ട് സ്വീകരിക്കാവുന്ന ഉറപ്പുള്ള ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. 91 സങ്കീർത്തനം വായിക്കുമ്പോഴും അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക, അവിടെയുള്ള അഭയം, ജീവിതത്തിൽ ചേരാനൊരിടം, മാറ്റമില്ലാത്ത ഒരാൾ. എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം വളരെ പ്രശസ്തമാണ്, 13-ാം അധ്യായത്തിൽ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പം വേദപുസ്തകത്തിലെ തിരുവചനത്തിൻ്റെ വാഗ്ദാനം കർത്താവ് തന്നിട്ടുള്ളത്, ദൈവം തമ്പുരാൻ നമുക്ക് ഓരോ അവസരത്തിലും നൽകിയിട്ടുള്ളത് തിരുവചനത്തിൽ കൂടെ നിനക്കൊരു തുണയുണ്ട് എന്നുള്ളതാണ്. എനിക്കാരുമില്ലെന്ന് 2 കൈയും മലർത്തി ഒരാൾ പറഞ്ഞാൽ അതിനേക്കാൾ സങ്കടകരമായിട്ട് വേറെ എന്താ ഉള്ളത്? ഇവിടെ എഴുത്തുകാരൻ പറയുന്നു, സിംഹക്കുഴിക്ക് തുല്യമായിട്ടുള്ള വേദനാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ എനിക്കൊരു തുണയുണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോകും ഏത് മനുഷ്യനും. ഇതിനകത്ത് നിന്ന് മനുഷ്യരെ വിഭാഗീയതയിൽ തിരിക്കേണ്ട കാര്യമില്ല, അവസ്ഥാഭേദത്തിൽ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, ചെറിയവനോ വലിയവനോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ധനമുള്ളവനോ ഇല്ലാത്തവനോ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഏതവസ്ഥയിലിരിക്കുന്നവനും ഒറ്റപ്പെട്ടു പോകുന്ന, തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന അവസരങ്ങളുണ്ട്. അന്നേരം കൊതിച്ചു പോകും, പ്രാർത്ഥിച്ചു പോകും, എനിക്ക് തുണ കിട്ടിയിരുന്നെങ്കിൽ, ഒരാൾ തുണയായിരുന്നു. അപ്പോൾ ഇവിടെ തുണയായ കർത്താവിനെക്കുറിച്ച് എനിക്കൊരു തുണ നീയെ എന്ന് പാടുമ്പോൾ ഈ എഴുത്തുകാരൻ്റെ മനസ്സിൽ വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പുണ്ട്. സങ്കടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പ് പ്രഖ്യാപിക്കുന്നു ഈ ഗാനത്തിലൂടെ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ.
പ്രിയനെ കാണുവാൻ ഇണയില്ലാത്തൊരു പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയനെ കാണുവാൻ. നാഥാ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. നാഥാ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണിലെന്നാശ്വാസമായി, ദിനവും മണ്ണിൽ എന്നാശ്വാസമായി. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണിലെന്നാശ്വാസമായി, ദിനവും മണ്ണിലെന്നാശ്വാസമായി. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. സിംഹത്തിൻ ഗുഹയെനിക്കേകിയെന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹയെനിക്കേകിയെന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ.
നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മിൽ പലരും മറ്റ് പലതിനെയുമാണ് ആശ്രയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മദ്യത്തിൽ, മയക്കുമരുന്നിൽ, കൂട്ടുകാരിൽ. എന്നാൽ ഇവയൊന്നും നമുക്ക് ശാന്തിയോ സമാധാനമോ ഒന്നും നൽകില്ല. നമുക്ക് ശാന്തിയും സമാധാനവും എല്ലാം ഏകിത്തരുന്ന ഒരേ ഒരാളേ ഉള്ളൂ, നമ്മുടെ ക്രിസ്തു. ആ ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. പഴയൊരു പാട്ടുണ്ട്, ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. ഇതുപോലെ നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ഈ ബോധ്യം നമ്മെ ഭരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻകൃപയെ ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ. സ്നേഹസാഗരമായി